ഈ വീഡിയോ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. മെറ്റേണിറ്റി ലീവിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് മുലയൂട്ടൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജോലിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിന് എങ്ങനെ മുലപ്പാൽ നൽകുമെന്നുള്ള വേവലാതി പല അമ്മമാർക്കും ഉണ്ടാവാറുണ്ട്. ജോലിക്ക് പോയാലും കുഞ്ഞിന് മുലപ്പാൽ മുടങ്ങാതെ നൽകുവാൻ വേണ്ടി സാധിക്കും. അതിനായി ചെയ്യേണ്ടത് മുലപ്പാൽ പിഴിഞ്ഞെടുത്ത് സൂക്ഷിച്ചു വെച്ച് കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളതാണ്. പ്രധാനമായും 2 രീതികൾ വഴി മുലപ്പാൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. 1. കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുക. 2. പമ്പ് ഉപയോഗിച്ച് മുലപ്പാൽ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത മുലപ്പാൽ സ്റ്റോർ ചെയ്യാനും കൊടുക്കുവാനും ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതാണ്. മുലപ്പാൽ പമ്പ് ചെയ്യാൻ ഇന്ന് പലതരത്തിലുള്ള പമ്പുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. കൈകൊണ്ട് സ്വയം ചെയ്യുന്ന മാനുവൽ പമ്പുകളും മോട്ടോറുകളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് പമ്പുകളും ഇതിൽപ്പെടും. പല അമ്മമാരും ജോലിക്ക് പോകുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പമ്പ് ചെയ്തു തുടങ്ങുകയും ആവശ്യത്തിന് പാൽ കിട്ടാതെ നിർത്തുന്നതായും കണ്ടിട്ടുണ്ട്. അതിനാൽ ജോലിക്ക് പോകുന്നതിൻ്റെ 1 മാസം മുൻപെങ്കിലും ഇവ പ്രാക്ടീസ് ചെയ്യേണ്ടതും കുറേശ്ശെ പാൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിച്ചു നോക്കേണ്ടതും ഏറെ പ്രധാനമാണ്. എല്ലാ പമ്പുകളും എല്ലാവർക്കും യോജിക്കണമെന്നില്ല. അതിനാൽ പമ്പ് തിരഞ്ഞെടുക്കുന്നതിലും പമ്പിങ്ങിൻ്റെയും മുലയൂട്ടലിൻ്റെയും സമയക്രമം ഓരോരുത്തരുടെ ജോലിക്കനുസരിച്ച് ക്രമീകരിക്കാനും സപ്ലൈ നിലനിർത്താനും മാനസിക പിന്തുണ ലഭിക്കാനും വേണ്ടി ലാക്ടേഷൻ വിദഗ്ധരുടെ ഗൈഡൻസ് എടുക്കുന്നത് വളരെ സഹായകരമാകും. ഇനി പമ്പ് ചെയ്ത മുലപ്പാൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിഴിഞ്ഞെടുത്ത മുലപ്പാൽ കുഞ്ഞിന് സുരക്ഷിതമായി നൽകുന്നതിനായി BPA രഹിത ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ തീയതി രേഖപ്പെടുത്തി സൂക്ഷിക്കുക. മുറിയിലെ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ 4 മണിക്കൂർ വരെയും ഫ്രിഡ്ജിൽ 4 ദിവസം വരെയും ഫ്രീസറിൽ 6 മാസം വരെയും പാൽ സൂക്ഷിക്കാം. ഓരോ തവണയും കുഞ്ഞിന് ആവശ്യമായ അളവിൽ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി പാൽ സൂക്ഷിക്കുന്നത് മുലപ്പാൽ പാഴാകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഫ്രീസ് ചെയ്ത പാൽ ഫ്രിഡ്ജിൽ വെച്ചോ തണുത്ത വെള്ളത്തിൽ വെച്ചോ ഇളം ചൂടുവെള്ളത്തിൽ വെച്ചോ സാവധാനം അലിയിച്ച് സാധാരണ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കുഞ്ഞിന് കൊടുക്കേണ്ടതാണ്. ഒരിക്കലും തിളപ്പിക്കുകയോ മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കിയോ കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. ഇത് പാലിൻ്റെ പോഷക ഗുണം കുറയ്ക്കും. അലിയിച്ച പാലും കുഞ്ഞു കുടിച്ച് ബാക്കി വെച്ച പാലും വീണ്ടും ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കരുത്. മുന്നേ അലിച്ച പാലിൻ്റെ ബാക്കി 24 മണിക്കൂർ വരെ മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടുള്ളൂ. കുഞ്ഞു കുടിച്ചതിൻ്റെ ബാക്കി 1-2 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല. അതിനുശേഷം ആ പാൽ ഒഴിവാക്കേണ്ടതാണ്. ആദ്യം എടുത്തു വെച്ച പാൽ ആദ്യം ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. പിഴിഞ്ഞെടുത്ത മുലപ്പാൽ സ്പൂൺ, പാലട, നിഫ്റ്റി കപ്പ്, ഓപ്പൺ കപ്പ് ഇതൊന്നും ശരിയാവാതെ വന്നാൽ മാത്രം ബോട്ടിൽ വഴിയോ കുഞ്ഞിന് കൊടുക്കാം. കൂടാതെ മെറ്റേണിറ്റി ലീവ് പരമാവധി നീട്ടിയെടുക്കുകയും പാർട്ട് ടൈം ഓപ്ഷനുകൾ ലഭിക്കുമോ എന്ന് നോക്കുകയും ജോലി സ്ഥലത്തിൻ്റെ തൊട്ടടുത്തേക്ക് താമസം മാറിയും പരമാവധി ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാൻ കഴിയുമോ എന്നും ശ്രമിക്കുക.